സുരഭി സുഹാസിനി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുത്തു ആകെ സങ്കടത്തിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് ലക്ഷ്മി അങ്ങോട്ടേക്ക് മുത്തുവണ്ണ ചായ ഇട്ടില്ലേന്ന് ചോദിച്ചും കൊണ്ട് വരുന്നത് കേട്ടോ. എന്നിട്ട് പാത്രമൊക്കെ പോയി നോക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇന്നെന്താ ഒന്നും ഉണ്ടാക്കിയില്ലേ, ചായ ഇട്ടില്ലേ മുത്തുവണ്ണെന്ന് ഭയങ്കര ഒച്ച സ്വരത്തിൽ ചോദിക്കുമ്പോൾ അത് ചോദിക്കുകയാണേ, ഞാൻ ലക്ഷ്മി, ആരാ എന്നെ കാണാൻ വേണ്ടി വന്നത്? മുത്തുവിനെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ആര് വരാനാ? മുത്തുവേ ചായ ഇട്ടില്ലേന്ന് ചോദിക്കുമ്പോൾ ഇല്ലാന്ന് പറയാണ് കേട്ടോ മുത്തു. അതെന്താ ചായ ഇടാത്തെ? പാലില്ല. പാലില്ലെങ്കിൽ കടയിൽ പോയിട്ട് മുത്തുവിന് മേടിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് അറിയില്ലേ? പാല് മേടിക്കാൻ വേണ്ടിയിട്ട് തോന്നിയില്ല എന്നോ? മുത്തുവേ ഈ ഇടയായിട്ട് മുത്തു നല്ല ഉഴപ്പ് കാണിക്കുന്നുണ്ട്. അമ്മയില്ലാന്ന് കരുതിയിട്ട്. അമ്മയുടെ സ്ഥാനത്ത് ഇവിടെ ഞാനുണ്ട്, കേട്ടല്ലോ. ദേ ഇങ്ങോട്ട് നോക്ക്, മുഖത്തേക്ക് ചെന്ന് പാല് മേടിച്ചിട്ട് വാ. എനിക്ക് ചായ കുടിക്കണം ഇപ്പം. ദേ എന്തൊരു മടിയാ നോക്ക്, പെട്ടെന്ന് ചെല്ല്. അപ്പോഴാണ് മുത്തുവണ്ണ എന്ന് വിളിച്ചുകൊണ്ട് സുരഭി അങ്ങോട്ടേക്ക് വരുന്നത്. അമ്മയുടെ മുറി ക്ലീൻ ചെയ്തിട്ടില്ലേ? മൊത്തം പൊടി പിടിച്ച് കിടക്കുന്നത്. അത് മാത്രമല്ല, പട്ടാളമാമ കിടന്ന ആ ബെഡ്ഷീറ്റ് മാറ്റിയിട്ടില്ല. അതെന്ത്, പെട്ടെന്ന് ചെന്ന് മാറ്റ്. ഓ എന്ന് പറഞ്ഞിട്ട് മുത്തു മാറ്റാൻ വേണ്ടി പോകുന്ന സമയത്താണ്, ഇപ്പോഴല്ല, എനിക്ക് പാല് മേടിച്ചുകൊണ്ട് വന്നിട്ട് ചായ ഇട്ടിട്ട് മാറ്റിയാൽ മതി. ഓക്കെ, പിന്നെ മേടിച്ചാൽ മതി. ആദ്യം ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാൻ വേണ്ടി നോക്ക് എന്ന് സുരഭി പറയുമ്പോൾ, ലക്ഷ്മി ആദ്യം ഞാൻ പറഞ്ഞ കാര്യമൊക്കെ ചെയ്തിട്ട് മതി. അത് മതി. ആദ്യം മുത്തുവണ്ണ അതാണ് വേണ്ടത്, ആദ്യം അത് പോയി ചെയ്യേ എന്ന് സുരഭി പറയുമ്പോൾ, ലക്ഷ്മിയാണെങ്കിൽ ആദ്യം പാല് മേടിച്ചുകൊണ്ട് തരാൻ പറയണേ. തുടർന്ന് മുത്തു, നിങ്ങളിങ്ങനെ കണ്ണിച്ചോരയില്ലാതെ പെരുമാറല്ലേ. ഇവിടെ മനുഷ്യൻ പ്രണയം മൊത്തം ആകെ തകർന്നടിഞ്ഞ് കിടക്കുന്ന സമയത്താണോ നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് എൻ്റെ മുമ്പെന്ന് തല്ലുകൂടുന്നത്? അതിന് മുത്തുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞോ പ്രണയം തകർന്നിട്ട് തരിപ്പടാക്കി ഇഴിക്കാൻ വേണ്ടിയിട്ട്? എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യ്, എൻ്റെ ഈ ശരീരം രണ്ടായിട്ട് വെട്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യിപ്പിക്കുക. മനുഷ്യർക്കും ഇല്ലേ മനസാക്ഷി എന്ന് ചോദിച്ചുകൊണ്ട് മുത്തു അവിടെ നിന്ന് പോവുകയാണ്. ആ സമയത്ത് ലക്ഷ്മി പാല് മേടിച്ചുകൊണ്ട് തരണേന്ന് പറയുന്നുണ്ട്. ലക്ഷ്മി പറയുന്നത് കേട്ടിട്ട് ഒരാക്കി ചിരിയും ചിരിച്ചിട്ട് സുരഭി ആണെങ്കിൽ അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് മുത്തു പാല് മേടിച്ചിട്ട് വരുന്ന സമയത്താണ് ഇന്ദു ഗോപൻ അവിടെ നിൽക്കുന്നത് കാണുന്നത്. ഇന്ദുവിനെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാണ്ട് പോവാണ് കേട്ടോ മുത്തു. ആ സമയത്ത് ഇന്ദു ആണെന്നുണ്ടെങ്കിൽ മുത്തുവണ്ണ എന്ന് വിളിച്ചിട്ട് മുത്തുവിനെ നിർത്തുകയാണ്. വിളി കേട്ടിട്ട് ഒട്ടും സഹിക്കുന്നില്ല കേട്ടോ മുത്തുവിന്. നിനക്ക് എന്താടാ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ചേട്ടനെ കാണാൻ വേണ്ടിയിട്ട് എത്ര നേരമായോ ഇവിടെ നിൽക്കുന്നത്. എന്നെ എന്തിനാടാ നീ കാണുന്നത്? എനിക്കിഷ്ടമാണ്. ആരെ? ചേട്ടനെ. എടാ നീ അങ്ങോട്ട് മാറി നിൽക്കുക, എനിക്ക് നൂറുകൂട്ട കാര്യങ്ങളുണ്ട്. എടാ നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിന്നെ ആരാണ് ഈ ഇന്ദു ഗോപൻ എന്ന് പറഞ്ഞ പേരിട്ടത്? അച്ഛൻ? അതെ, എൻ്റെ അച്ഛന് പണ്ടൊരു ലൈൻ ഉണ്ടായിരുന്നു. ആ ചേച്ചിയുടെ പേര് ഇന്ദു എന്നായിരുന്നു. ആ ചേച്ചി അച്ഛനെ തേച്ചിട്ട് അങ്ങ് പോയി. അന്ന് അച്ഛനൊരു ശപഥം ചെയ്തു, അച്ഛൻ കല്യാണം കഴിച്ചിട്ട് ആദ്യം ഉണ്ടാവുന്ന കൊച്ചിന് ഇന്ദു എന്ന് പറഞ്ഞ പേരിടും. അങ്ങനെ ഭാഗ്യത്തിന് ഞാൻ ആദ്യം ഉണ്ടായി. അച്ഛൻ എനിക്ക് ഇന്ദു എന്ന് പറഞ്ഞ പേരിട്ടു. അച്ഛനും മാറ്റിയില്ല, പിന്നെ ഞാനും മാറ്റിയില്ല. എന്നാൽ ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞ് മുത്തുവിനെ വീണ്ടും ഇന്ദു പിടിച്ചു വെക്കുകയാണ് കേട്ടോ. അല്ലടാ, നിന്റെ വോയിസും അതിൻ്റെ അപ്പുറത്തുനിന്ന് കേൾക്കുമ്പോൾ ഇങ്ങനെയല്ലല്ലോ മുത്തട്ട. ഈ വോയിസിൽ ഞാൻ മുത്തേട്ടനോട് സംസാരിച്ച് കഴിഞ്ഞാൽ മുത്തേട്ടൻ എന്നെ ഇഷ്ടപ്പെടുമോ? അതുകൊണ്ടല്ലേ ഞാൻ പെണ്ണിൻ്റെ ശബ്ദത്തിൽ സംസാരിച്ചത്. കഷ്ടം തന്നെയാടാ എന്ന് മുത്തു പറയുമ്പോൾ, അതല്ലേ ഇന്നലെ മുത്തേട്ടൻ എന്നെ കണ്ടപ്പം ബോധം കെട്ട് വീണത്? എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ. എടാ, ഒരു മനുഷ്യൻ ബോധം കെടുന്നത് എപ്പോഴാ? ബോധം പോകുമ്പോൾ എന്ന് പറയുമ്പോൾ, ബോധമില്ലാത്തവനെ അതല്ല ചോദിച്ചത്, ബോധം കെടുന്നതിൻ്റെ കാരണം എന്താണ്? സന്തോഷം വരുമ്പോൾ എന്ന് ഇന്ദു പറയുമ്പോൾ, നീ ഏത് സ്കൂളിലാടാ പഠിച്ചത്? ഞാൻ സ്കൂളിൽ പോയില്ല എന്ന് ഇന്ദു പറയുമ്പോൾ, നന്നായി, സ്കൂളിൽ പോയായിരുന്നെങ്കിൽ ഇതിനും വലുത് കാണേണ്ടി വന്നേനെ. അങ്ങനെ മുത്തു പോവാണ് കേട്ടോ. വീണ്ടും മുത്തുവണ്ണ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിർത്തുകയാണ്. എന്നിട്ട് എന്താടാന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മുത്തു. ഞാൻ ഉണ്ടാക്കിയ ഈ ഉണ്ണിയപ്പം കഴിച്ചിട്ട് പോ. എനിക്ക് വേണ്ട, നീ പോ എന്ന് മുത്തു പറയുമ്പോൾ, ഇണക്കിലി എന്ന് പറഞ്ഞ പാട്ട് പാടാണേ. ഇത് കേട്ടിട്ട് മുത്തു താഴെ കിടക്കുന്ന കല്ലെടുത്തിട്ട് കയ്യിലെടുത്തിട്ട് എറിയും ഞാൻ പോടാ എന്ന് പറയണേ. വീണ്ടും ഇണക്കിളിന്ന് പാട്ട് പാടുമ്പോൾ മുത്തു ആകെ പെട്ടുപോവാണ്. എന്തു ആടാ ഇതൊന്നും ചോദിക്കുന്നുണ്ട്. തുടർന്ന് ഇന്ദു ഇങ്ങനെ മുത്തുവിനെ നന്നെ നോക്കി നിൽക്കുമ്പോൾ, എന്തു ആടാ നോക്കുന്നതെന്ന് ചോദിക്കുകയാണേ. ലവ്, കാതൽ, ഇഷ്ടം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ആകെ ദേഷ്യം പിടിച്ചിട്ട് നന്നായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്ദുവിനിട്ടിട്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മുടിയനും അമ്പും കൂടി വരുന്നത്. രണ്ടുപേരെയും പിടിച്ചു മാറ്റിയിട്ട് മുടിയൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ പാവത്തിനെ തല്ലുന്നത് മുത്തുവണ്ണ എന്ന്? എല്ലാം അറിഞ്ഞിട്ട് നീ എന്നോട് ഈ സംസാരിക്കരുത്. തുടർന്ന് അമ്പു ചോദിക്കുന്നുണ്ട്, ഇതാരാണ് എന്നുള്ള കാര്യം. ഇത്രയും കാലം മുത്തുവണ്ണൻ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച ഇന്ദു ഗോപൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അമ്പു പറയുന്നുണ്ട്, സൂപ്പറായിരുന്നു കേട്ടോ. നിങ്ങളുടെ ആരാധകനാണെന്ന് മുടിയൻ പറയുന്ന സമയത്ത്, എനിക്ക് ആരാധകനും വേണ്ട, സോപ്പും വേണ്ട, ഒന്നും വേണ്ട. എൻ്റെ വാവാച്ചിയെ പോലെ തന്നെ ഞാൻ സ്നേഹിച്ചതാണ് ഇന്ദു ഗോപനെ. ഇത് കേട്ട അമ്പു, ഇപ്പം മനസ്സിലായില്ലേ വാവാച്ചിയല്ല എന്നുള്ള കാര്യം. ഇനിയിപ്പോൾ വാവാച്ചിയെ പോലെ സ്നേഹിച്ചാൽ എന്താ കുഴപ്പം? ഇത് വാവാച്ചിയല്ലടാ കോക്കാച്ചി.
തുടർന്ന് ഇന്ദുഗോപൻ പറയുന്നുണ്ട്, ചേട്ടാ ഇങ്ങോട്ട് നോക്കിയേ, ഞാൻ എൻ്റെ കൈ കൊണ്ട് അരിയിടിച്ച് ഉണ്ടാക്കിയ ഉണ്ണിയപ്പമാണിത്. ഇത് മുത്തേട്ടന് വേണ്ട എന്ന് നീ ആദ്യം ഒരു കാര്യം ചെയ്യ്, അത് ഇങ്ങോട്ട് തന്നേക്കെന്ന് അമ്പു പറയുമ്പോൾ, നിങ്ങൾക്ക് തിന്നാനല്ലേ എന്നുള്ള രീതിയിൽ ഇന്ദു ചോദിക്കുന്നുണ്ട്. ഞാനൊരു വാക്ക് പറഞ്ഞത് വാക്കാണെന്ന് പറയുമ്പോൾ അമ്പുവിൻ്റെ കയ്യിലേക്ക് ഉണ്ണിയപ്പം എടുത്ത് കൊടുക്കുകയാണ്. ഉണ്ണിയപ്പം കൊടുത്തിട്ട് നേരെ മുത്തുവിൻ്റെ അരികിലേക്ക് ചെന്നിട്ട്, എന്നെ വെറുക്കല്ലേ മുത്തുവണ്ണ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഓടിപ്പോവാണ് കേട്ടോ. അങ്ങനെ ഇന്ദുഗോപൻ പോയതിന് ശേഷം മുത്തുവണ്ണ അവൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഉണ്ടാക്കി തന്നതല്ലോ, ഒന്ന് തിന്ന് നോക്കുമെന്ന് പറയണേ. അമ്പു തുടർന്ന് മുടിയൻ ചോദിക്കുന്നുണ്ട്, അല്ല മുത്തുവണ്ണ, നിങ്ങൾ ഇത്രയും കാലം ആഗ്രഹിച്ചല്ലേ ഇന്ദുവിനെ കാണാൻ വേണ്ടിയിട്ട്, എന്നിട്ടിപ്പോൾ കണ്ടപ്പോൾ എന്താ നിങ്ങൾക്ക് ഇത്രയും പ്രശ്നം? എടാ ഇന്ദു എന്ന് ഞാൻ വിചാരിച്ചത് പെണ്ണല്ലേ, ഇത് ആണല്ലേ, നീ എന്തോന്നാടാ പറയുന്നത്? തുടർന്ന് അമ്പു പറയുന്നുണ്ട്, മുത്തുവണ്ണ ആണായാലും പെണ്ണായാലും ആരാധന എന്നും ആരാധന തന്നെയാണ്. തുടർന്ന് അമ്പു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് മുത്തുവണ്ണ കഴിക്കുന്നു പറഞ്ഞിട്ട് മുത്തു വേണ്ട എന്ന് പറയുമ്പോൾ നിർബന്ധിച്ചിട്ട് വായിലങ്ങ് കുത്തി കയറ്റി കൊടുക്കുകയാണ് കേട്ടോ. തുടർന്ന് കാണിക്കുന്നത് ലക്ഷ്മി സോഫയിലിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് കൊച്ചമണി വരുന്നത്. ആ ഇരിപ്പ് അത്ര പന്തിയല്ല എന്ന് തോന്നിയിട്ട് കൊച്ചമണി നേരെ സുരഭിക്ക് അരികിലേക്ക് ചെന്നിട്ട്, ഇവിടെ എന്തുവാ നടക്കുന്നത്, എന്ത് നടക്കുന്നതെന്ന് സുരഭി ചോദിക്കുമ്പോൾ, അവൾ എന്ത് ഇരിപ്പാടി അവിടെ ഇരിക്കുന്നത്? അവള് ലക്ഷ്മി, പിന്നെ ആര്? അവളവിടെ ഇരിക്കട്ടെ, അതിനെന്തെന്ന് ചോദിക്കുന്നുണ്ടേ സുരഭി. തുടർന്ന് കൊച്ചുമണി, അവളവിടെ ഇരിക്കട്ടെ, എനിക്കെന്ത്? പക്ഷെ ആ ഇരിപ്പ് അത്ര പന്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തോ നമ്മ ഈ പറയുന്നത്, ഒന്ന് പോവെന്ന് പറയുന്ന സമയത്ത് നല്ല തരൂ കേട്ടോ ഞാൻ അങ്ങോട്ടൊന്ന്. നീ അവിടെ ചെന്ന് നോക്കിയാണ് അവൾ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. അവളവിടെ എങ്ങനെയെങ്കിലും ഇരിക്കട്ടെ, അമ്മയ്ക്ക് എന്താണ്? അവളവിടെ ഇരിക്കട്ടെ, എനിക്കൊന്നുമില്ല. പക്ഷെ അവൾ എന്താ അവിടെ ചെയ്യണമെന്നുള്ള കാര്യം അറിയാവോ? അവൾ മൈയുടെ കസേരയിൽ മയ്യെ പോലെ പത്രം വായിച്ചുകൊണ്ടിരിപ്പ്. അവൾ ഇരുന്നോട്ടെ, അതിന് അമ്മയ്ക്ക് എന്ത് പ്രശ്നം? അമ്മയുടെ കാര്യം നോക്കമ്മ. കൊള്ളാലോ, നിനക്കൊരു പ്രശ്നമില്ലേ? ഇല്ല. അവളുടെ ഉദ്ദേശം എന്താണെന്ന് നിനക്ക് മനസ്സിലായോ? അവളുടെ ഉദ്ദേശം നിനക്ക് മനസ്സിലാവില്ല. നീ അടുക്കളയിൽ ദോശയും ചുട്ടിങ്ങനെ നിന്നോ? എടീ, മൈന ഇപ്പോൾ ഇവിടെ ഉണ്ടോ? മൈന ഇല്ലാത്ത സമയത്ത് ഈ വീടിൻ്റെ എല്ലാ സ്ഥാനവും അവൾക്കാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ആ ഇരിപ്പിരിക്കുന്നത്. അപ്പോൾ സുനിത മേനോൻ വന്നിട്ട് അവർ പറയുന്നത് കേൾക്കാൻ വേണ്ടി തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. നീ എന്ത് ചെയ്യണേ ഇവിടെ ദോശയും ചുട്ടുകൊണ്ടിരിക്കുന്നത്? എൻ്റെ അമ്മ പത്രവും പിടിച്ചുകൊണ്ട് ആ കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അമ്മയെ പോലെ ആവുമോ? അതിനവൾ 10 ജന്മം ജനിക്കണം. മൈനെ ആയില്ലെന്നുണ്ടെങ്കിലും മൈനയെ പോലെ അധികാരമുള്ള കൊച്ചമ്മയാണെന്ന് അവൾ വരുത്തി തീർക്കുമല്ലോ. അതൊക്കെ അവരുടെ വെറും തോന്നലാണെന്ന് സുരഭി പറയുന്ന സമയത്ത്, ഒരു തോന്നലും അല്ല, കൊച്ചമണീൻ്റെ തോന്നലൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല. നീ നോക്കിക്കോ, അവളുടെ ഉദ്ദേശം അത് തന്നെയാണ്. മൈനയില്ലാത്ത സമയത്ത് മൈനയുടെ അധികാരം മൊത്തം അവൾക്കാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയി ഇരിക്കുന്നത്. അവൾ എന്തെങ്കിലും ചെയ്യട്ടെ, നമുക്ക് നമ്മുടെ കാര്യം നോക്കി ജീവിച്ചാൽ മതി. ഇത് കേട്ട കൊച്ചമണി, ഇവളുടെ തലയ്ക്കകത്ത് ഒന്നുമില്ലേ? ആ പെണ്ണിവിടെ അധികാരിയായി കഴിഞ്ഞാൽ പിന്നെ നീ ഇവിടെ എങ്ങനെ ജീവിക്കും? നീ നിന്റെ കാര്യം നോക്കി ജീവിക്കാനാണെങ്കിൽ ഇവിടെ നീ എങ്ങനെ ജീവിക്കുന്ന പറയുന്നത്? ഞാനിപ്പോൾ എന്തോന്ന് ചെയ്യാനെന്ന് സുരഭി ചോദിക്കുന്ന സമയത്ത്, എന്തോന്ന് ചെയ്യാന്നങ്ങ് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം പറഞ്ഞു തന്ന അതുപോലെ ചെയ്യുന്ന പൊന്നുമോളാണല്ലോ. അമ്മ എന്താ ഉദ്ദേശിക്കണമെന്ന് പറയുന്ന സമയത്ത് അവളിവിടെ അധികാരം കാണിക്കുന്നത് പോലെ ആ അധികാരമെല്ലാം നീയും കാണിക്കണം. ഇത് കേട്ട സുരഭി, ഞാനിപ്പോൾ എന്ത് കാണിക്കാൻ? ഇതാണ് പറഞ്ഞത്, അവളിപ്പോൾ അവിടെ കയറിയിരുന്നല്ലോ, അതുപോലെ നാളെ നീയും അവിടെ കയറിയിരിക്കണം. അവൾ എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ നീയും തിരിച്ചു പറയണം. എന്തെന്ന് ചോദിക്കുമ്പോൾ സുരഭി നോക്കാമെന്ന് പറയാണ് കേട്ടോ. നോക്കാമെന്ന് പറഞ്ഞതിൽ തന്നെ ഉണ്ട് നീ ചെയ്യില്ല എന്ന്. ചെയ്യാൻ ഞാൻ ശ്രമിക്കാമെന്ന് സുരഭി തുടർന്ന് പറയാണ് കേട്ടോ. ചെയ്യാം. ആ പെണ്ണിൻ്റെ തള്ളയാണെന്നുണ്ടെങ്കിൽ പഠിച്ച കള്ളിയാണ്. എന്തെങ്കിലുമൊക്കെ ബുദ്ധി പറഞ്ഞിട്ട് നിന്നെ ഇവിടുന്ന് പുറത്താക്കും. അന്നേരം കമ്മ എന്ന് വിളിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വരരുത്. ഇത് കേട്ട സുരഭി, അപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഞാൻ പറയുന്നത് പോലെ ചെയ്യാവോ എന്ന് ചോദിക്കുന്നുണ്ട്. അതേ എന്ന് സുരഭിയും പറയാണ്. തുടർന്ന് കാണിക്കുന്നത് സുനിത മേനോൻ ലക്ഷ്മി പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. നീ ഇവിടെ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ഇരുന്നോ? താഴെ നടക്കുന്നത് വല്ലതും നീ അറിയുന്നുണ്ടോ? താഴെ എന്ത് നടക്കുന്നുണ്ട് അമ്മയെന്ന് ലക്ഷ്മി ചോദിക്കുമ്പോൾ, ആ സുരമയും കൊച്ചുമണിയും കൂടിയിട്ട് നിന്നെ ഇവിടുന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാന് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അമ്മ ഓരോ നുണകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നോ? ഞാൻ നുണ പറയുന്നുണ്ടെന്നോ? എനിക്കതിൻ്റെ ആവശ്യം എന്തുകൊണ്ടിരിക്കുന്നു? എനിക്കറിഞ്ഞൂടാ അമ്മ എന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന്. അമ്മ ഇങ്ങനെ ഓരോരോ പ്രാവശ്യം ഓരോന്ന് വന്ന് പറയും, ഞാൻ അതിനനുസരിച്ച് തുള്ളും. അങ്ങനെയാണ് ഇവിടെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായതും ഞാൻ ഇവിടുന്ന് പുറത്തായതും. ഓഹോ, അപ്പം ഞാനാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അല്ലേ? ഞാനിനി ഒന്നും പറയുന്നില്ല, ഞാനങ്ങ് പോയേക്കാം. അങ്ങനെ പോകുന്ന സുനിത മേനോനെ പിടിച്ചു നിർത്തിയിട്ട്, അമ്മ പോവില്ല, ഞാൻ അങ്ങനെ പോകാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല. അമ്മ ഇവിടെ ഇരുന്നേന്ന് പറഞ്ഞിട്ട് മേനോനെ പിടിച്ച് ഇരുത്തുകയാണ് കേട്ടോ. നീ താഴെ നടക്കുന്ന വല്ല കാര്യവും അറിയുന്നുണ്ടോ? ഇല്ല അമ്മേ, താഴെ എന്ത് നടന്നെന്നാ? അമ്മ ഇങ്ങനെ ഓരോ സംശയത്തിന്റെ പേരിൽ ഓരോന്ന് വന്ന് എന്നോട് പറയും. ഞാൻ താഴെ പോയിട്ട് ഓരോന്ന് ചോദിക്കും. വെറുതെ എന്തിനാ അമ്മ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നേ? ഞാൻ സംശയമല്ല നിന്നോട് മോളെ പറഞ്ഞത്, എൻ്റെ 2 ചെവിയോടും കേട്ട കാര്യമാണ്. എന്നാ പറ അമ്മ എന്താ ഈ 2 ചെവിയോടും കേട്ടതെന്ന്?
നിന്റെ ഇവിടുത്തെ സ്ഥാനം അവർ തട്ടിത്തെറിപ്പിക്കുന്നു. ആരെന്ന് ലക്ഷ്മി ചോദിക്കുമ്പോൾ ആ സുരഭിയും കൊച്ചമണിയും. അതിന് എനിക്കിപ്പോൾ ഇവിടെ എന്ത് സ്ഥാനമാണോ ഉള്ളത്? എടി ചേച്ചി ഇല്ലാത്ത സമയത്ത് നീയല്ലേ ഈ വീട്ടിലെ ഗൃഹനാഥ? ആണോന്ന് ലക്ഷ്മി ചോദിക്കുകയാണേ. എടി ബുദ്ധി ഇല്ലാത്തവളെ, ചേച്ചി ഇല്ലാത്തപ്പോൾ ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തേണ്ടത് നീയാണ്. ആ സ്ഥാനം നിനക്ക് തരത്തില്ലെന്നാണ് അവളുമാർ പറയുന്നത്. അമ്മ എന്തൊക്കെയാണ് അമ്മ ഈ പറയുന്നത്? അതെങ്ങനെയാണ് ശരിയാവുന്നത്? ഈ സീനിയോറിറ്റി വെച്ച് നോക്കുമ്പോൾ അവളെക്കാളും സ്ഥാനം എനിക്കല്ലേ? ആണല്ലോ. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യ്. ചേച്ചി ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം നീ ചെയ്യേ. നീ ആദ്യം ഒരു കാര്യം ചെയ്യ്. നിങ്ങൾ രണ്ടുപേരും കൂടി കൂടിയിട്ട് ചേച്ചി കിടക്കുന്ന ആ റൂമിലേക്ക് മാറ്. ഓ, അപ്പോൾ എനിക്ക് ആ സ്ഥാനം കിട്ടുമല്ലോ. അപ്പോൾ നിന്നെ ഭരിക്കാനോ ഒന്നിനും ഈ വീട്ടിൽ നിന്ന് ആരും വരത്തില്ല. നിനക്കിവിടെ ഇഷ്ടമുള്ളതുപോലെ രാജകുമാരിയെ പോലെ കഴിയാന്ന്. അപ്പോഴാണ് പ്രക്ഷോഭ് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ആൻറ്റി എപ്പോൾ എത്തിയെന്ന് ചോദിച്ചുകൊണ്ട്. ഞാൻ കുറച്ച് നേരം ഞാൻ അങ്ങ് മാറിയിരിക്കുക എന്ന് പറയുമ്പോൾ പ്രക്ഷോഭ് പറയുന്നുണ്ട് കേട്ടോ, ഞാൻ കുളിക്കാൻ പോവാണ് ആൻറ്റി. അതൊന്നും അല്ല. അല്ല പ്രക്ഷോഭ്, എന്തു പറ്റി നിനക്ക്? പട്ടി വല്ലതും ഓടിച്ചോന്ന് ചോദിക്കുന്ന സമയത്ത് ജോഗിങ് കഴിഞ്ഞിട്ട് വരികയാണെന്ന് പറയാണ് കേട്ടോ. എന്നാ മോൻ റെസ്റ്റ് എടുക്ക്. വേണ്ട കുഴപ്പമില്ല, ഞാൻ കുളിക്കാൻ പോവാണ് ആൻറ്റി. വേണ്ട മോനെ, നീ കുറച്ചു നേരം കാറ്റ് കൊണ്ട് കിടക്ക്. മോളെ വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് സുനിതാ മേനോൻ അവിടെ നിന്ന് പോവുകയാണേ. എന്തൊരു സ്നേഹാലേ അമ്മയ്ക്കെന്ന് ലക്ഷ്മി ചോദിക്കുമ്പോൾ, അല്ലടി നിന്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണേ. എൻ്റെ അമ്മയ്ക്കൊന്നും പറ്റിയില്ലല്ലോ. അല്ല, എന്നോട് പതിവില്ലാത്ത സ്നേഹം കാണിക്കുന്നേ. അല്ലെങ്കിലും അമ്മയ്ക്ക് ഏട്ടനോട് നല്ല സ്നേഹമെന്ന് പറയുമ്പോൾ അങ്ങനെ വരാൻ വഴിയില്ല. എന്താ ഏട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതെ, ഏട്ടന് ശരിക്കും എൻ്റെ അമ്മയെ അറിയാത്തതുകൊണ്ടാണ്. എൻ്റെ അമ്മയെ തങ്കം പോലത്തെ മനസ്സിൻ്റെ ഉടമയാണ്. ഇത് കേട്ടിട്ട് പ്രക്ഷോഭ് അയ്യോ ഇതേ രോമാഞ്ചം എന്ന് പറയണേ. രോമാഞ്ചമൊക്കെ പറയും. ഏട്ടൻ കളിയാക്കിക്കോ എന്ന് പറയാണ് കേട്ടോ ലക്ഷ്മി. തുടർന്ന് പ്രക്ഷോഭ്, അല്ല ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അമ്മയും മോളും കൂടി എന്തായിരുന്നു ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നേ? അടുത്ത വഴിക്കിനുള്ള എന്തെങ്കിലും പ്ലാൻ ചെയ്യാമായിരുന്നോ? അല്ല, എൻ്റെ അമ്മ എനിക്ക് അങ്ങനെയൊന്നും പറഞ്ഞു തരുമൊന്നുമില്ല. എന്തോന്ന് ചോദിക്കാണ് കേട്ടോ പ്രക്ഷോഭ്. ഏട്ടനിപ്പോൾ ശരിക്കും അമ്മയെക്കുറിച്ച് അറിയില്ല. അമ്മ ആളാകെ മാറിപ്പോയില്ലേ? ഇതേ വീണ്ടും രോമാഞ്ചം വന്നു എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണേ. ഭയങ്കര നല്ല സ്വഭാവമാണെന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. തുടർന്ന് രോമാഞ്ചം എന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കാണ്ടേ, ഞാനങ്ങ് പറിച്ചെടുക്കും കേട്ടോ എന്ന് പറയുന്നുണ്ട്. തുടർന്ന് അതെ അമ്മ പിന്നെ വേറൊരു കാര്യം പറഞ്ഞു എന്ന് പറയുമ്പോൾ, നിന്റെ അമ്മ എന്തെങ്കിലും പറയാനാണ് ഇങ്ങോട്ട് വന്നതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. എന്താണെന്ന് ചോദിക്കുമ്പോൾ, അത് പക്ഷേ കുശുമ്പൊന്നുമല്ല. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ആദ്യം നീ പറഞ്ഞിട്ട് ഞാൻ പറയാം അത് കുശുമ്പാണോ അല്ലാത്തതാണോ എന്നൊക്കെ. അതെ, ഇവിടെ ഇപ്പോൾ അമ്മയില്ലല്ലോ, അപ്പോൾ അമ്മയുടെ മുറിയിൽ നമുക്ക് കിടക്കാം. അതെന്തിനാ? അതെ, അമ്മ ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ, അപ്പോൾ അമ്മയുടെ മുറിയിൽ കുടുംബത്തിൽ ആരെങ്കിലും കിടക്കണമെന്നാണ്. വാസ്തുവൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ആ മുറിയിലാണല്ലോ മൂലസ്ഥാനം. അപ്പോൾ നമ്മുടെ വീട്ടുകാരെങ്കിലും അവിടെ കിടക്കണം. അവിടെ ഒഴിഞ്ഞിടാൻ വേണ്ടി പാടില്ല. ഏട്ടൻ ഇനി ഇതിനെ എതിരൊന്നും പറയാൻ വേണ്ടി നിൽക്കണ്ട എന്ന് പറയുന്ന സമയത്ത്, ഇതിനിപ്പോൾ ഞാനെന്തിനെ എതിര് പറയാൻ നിൽക്കുന്നത്? നല്ല കാര്യമല്ലേ, നമുക്ക് ഈ രാത്രി തന്നെ മാറാം. അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ മാറാമല്ലോ ഏട്ടാ, അത് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് പ്രക്ഷോഭനെ പിടിച്ചിട്ട് നെറ്റിക്കിട്ട് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ലക്ഷ്മി പോയതിന് ശേഷം ഇവൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാലും സന്തോഷം വന്നു കഴിഞ്ഞാലും ഉപദ്രവിക്കാൻ മാത്രമേ അറിയുള്ളൂ. തുടർന്ന് കാണിക്കുന്നത് സുഹാസിനി അമ്മയുടെ റൂമിനകത്ത് സുരഭിയും കൊച്ചമണിയും കൂടി കയറുകയാണ്. ഇതാണോ ഈ വീട്ടിലെ ഏറ്റവും വലിയ മുറിയെന്ന് ചോദിക്കുന്ന സമയത്ത്, അതെ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയാം. എന്തോന്നും ചോദിക്കുന്നുണ്ട് കൊച്ചമണി. ഇതാണ് മെയിൻ റൂം എന്ന് വെച്ചാൽ ഈ വീട്ടിലെ മെയിനായിട്ടുള്ള ആൾ താമസിക്കുന്ന മുറി എന്നാണല്ലേ. അതാണ് ഞാനും നോക്കി നടന്നത്. മക്കൾ ഇനി ഒരു കാര്യം ചെയ്താണ്, ഇനി മെയിൻ ആൾ താമസിക്കുന്ന മുറിയിൽ മക്കൾ താമസിച്ചാൽ മതി. എന്തോന്നും സുരഭി ചോദിക്കുമ്പോൾ, ഇനി നീ ഇവിടെ താമസിച്ചാൽ മതിയെന്ന്. ഇത് അമ്മയുടെ റൂമല്ലേ, അതിന് മൈനി ഇവിടെ ഇല്ലല്ലോ, അപ്പം നീ താമസിച്ചാൽ എന്താ? എന്നാലും വേണ്ട, ഞാൻ മോളിൽ തന്നെ ചെന്ന് കിടന്നോളാം. ഇതാണ് ഞാൻ നിന്നോട് കുറച്ച് മുമ്പ് പറഞ്ഞത്, നീ എന്തിനു പറഞ്ഞു കഴിഞ്ഞാലും അനുസരിക്കില്ല എന്ന്. അവൾ മൈനിയുടെ കസേര കയറിയിരുന്നപ്പോൾ ഒരു കുഴപ്പമുണ്ടായില്ല, അപ്പം നീ കട്ടിലേ കയറി കിടന്ന എന്താ കുഴപ്പം? അതിനിത് അമ്മ കിടക്കുന്നല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ സുരഭി. അമ്മ കിടക്കുന്ന ബെഡ്റൂമിൽ നീ കിടന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് നിന്നെ ആരെങ്കിലും പറഞ്ഞു വിടുമോ? നിന്നെ ആരെങ്കിലും വഴക്ക് പറയാം? ആദ്യം നീ അത് പറ. ഇല്ല, വഴക്കൊന്നും പറയില്ല. പിന്നെ എന്തോന്നാണ് നിന്റെ കുഴപ്പം? അതൊന്നും അമ്മ ശരിയല്ലല്ലോ എന്ന് സുരഭി ചോദിക്കുന്ന സമയത്ത്, എന്തോന്നും ശരിയല്ലെന്ന് അവൾക്ക് അപ്പം മൈനിയുടെ കസേരയിൽ കയറി ഇരിക്കാലോ. സുരഭി, നീ വേഗം ചെന്നിട്ട് നിന്റെ സാധനമൊക്കെ എടുത്തോണ്ട് വാ, അമ്മ കിടക്കണമെന്ന് ചോദിക്കുമ്പോൾ, അപ്പം നിന്നോടല്ലേ ഞാൻ ഇത്രയും നേരം പറഞ്ഞത്, നിനക്ക് എന്തോന്നാണ് തലയിൽ കയറാത്തതെന്ന് ചോദിക്കുമ്പോൾ സുരഭി, ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറയണേ. എന്നാൽ പോ. സുരഭി അങ്ങോട്ടേക്ക് ഇറങ്ങി പോകുമ്പോൾ തന്നെ കറക്റ്റ് അങ്ങോട്ട് സുനിത മേനോൻ വരുന്നുണ്ട് കേട്ടോ. സുനിത മേനോനെ കാണുന്ന സമയത്ത് കൊച്ചമണി അപ്പം ബെഡിൽ അങ്ങ് കിടന്നിട്ട് ഹാ എന്നൊക്കെ പറയണേ. ഇവളെന്താ ഇതുവരെ കൊട്ടിലൊന്നും കണ്ടിട്ടില്ലേ, ചത്ത് കിടക്കുകയാണോ എന്ന് ചോദിക്കുകയാണേ. തുടർന്ന് സുനിത മേനോൻ വന്ന് കണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്, ഇത് ആര് സുനിത മേനോനെന്ന് ചോദിക്കുകയാണേ കൊച്ചമണി. സ്വന്തം പോലൊന്നുമല്ല, ഇത് കുറച്ച് നാളായിട്ട് സ്വന്തമായിട്ട് തന്നെയാണെന്നുള്ള കാര്യം പറയുകയാണേ. അത് സ്വന്തമായിട്ട് അങ്ങ് തീരുമാനിച്ചാൽ മതിയെന്ന് സുനിത മേനോൻ ചോദിക്കുന്ന സമയത്ത്, മതി എന്ന് പറയുന്നുണ്ട്. ഇത് ചേച്ചിയുടെ കട്ടിലല്ലേ, നീ എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നത്? ചേച്ചിയുടെ കട്ടിൽ എന്തല്ലേ, എനിക്ക് കിടന്നൂടെ? നാളെ മുതൽ എൻ്റെ മോളും മരുമോനും കിടക്കുന്ന കട്ടിലാണിത്. ഇതോ? അതേ എന്ന് സുനിത മേനോൻ പറയുന്നുണ്ട്.
ഇത് കേട്ട കൊച്ചുമണി ഇത് പറയാൻ വേണ്ടിയിട്ടാണോ സുനിതാമേനോൻ അങ്ങോട്ട് കയറി വന്നത്? ഇച്ചിരി വൈകിപ്പോയി. കുറച്ചു മുമ്പ് സുരഭിക്ക് ഇവിടെ കിടക്കണമെന്ന് ഭയങ്കര വാശി. എടി നീ ഈ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്നവളോട് ഈ മുറിക്കകത്ത് കിടക്കാമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഓ എന്ന് കൊച്ചമണി പറയണേ. അങ്ങനെ വെച്ചിട്ടുള്ള കഞ്ഞിയുടെ വെള്ളം നീ അങ്ങ് വാങ്ങി വെച്ചിരുന്ന് പറയുമ്പോൾ കൊച്ചമണി ഇല്ല. നീ എന്തോന്ന് പറയടി, ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് നിന്റെ കുടുംബസ്വത്താണോടി? ഇത് കേട്ട സുനിതാമേനോൻ തിരിച്ചു അതേ ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ എൻ്റെ കുടുംബസ്വത്താണ്, നീ എന്തൊരു ചെയ്യും? ഞാനൊന്നും ചെയ്യുന്നില്ല, എൻ്റെ കൊച്ചും മരുമോളും ഇവിടെ താമസിക്കും. ആഹാ, നിന്റെ മോളിൽ കട്ടിലിൽ കിടക്കുന്ന എനിക്കൊന്ന് കാണാനല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചുമണി അവൾക്ക് ബെഡിൽ കിടക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് ലക്ഷ്മി ബാഗൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങോട്ടേക്ക് പ്രക്ഷോഭം വന്ന് ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇതൊക്കെ താഴേക്ക് കൊണ്ടുവന്നത്? എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് എടുത്താൽ പോരെ? ഏട്ട താഴെ എല്ലാം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതല്ലേ സൗകര്യം, എല്ലാം ഞാൻ താഴേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. അമ്മ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം തിരിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവയ്ക്കേണ്ടതെന്ന് പ്രക്ഷോഭ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിന് അമ്മ വരില്ലല്ലോ. എന്താ നീ പറഞ്ഞത്? അല്ല, അച്ഛനെ അന്വേഷിച്ചിട്ടാണല്ലോ അമ്മ പോയത്. അച്ഛനെ കണ്ടു കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ കൂടെ അവിടെ സെറ്റിലാവുമല്ലോ. അമ്മ അങ്ങനെ ഇവിടെ ആരും വിട്ടിട്ടൊന്നും പോവില്ല എന്ന് പ്രക്ഷോഭ് പറയുമ്പോൾ, ഇപ്പം എല്ലാവരും വിട്ടിട്ട് അമ്മ പോയല്ലോ, അതുപോലെ അവിടെ നിന്നോളെന്നും കൂടി പറയുകയാണേ. അതൊന്നുമില്ല, അമ്മ ഇങ്ങോട്ട് തിരിച്ചു വരും. തുടർന്ന് സുനിതാമേനോൻ അങ്ങോട്ട് വന്നിട്ട്, നീ ഇതുവരെ ഒരുങ്ങിയില്ലെന്ന് ചോദിക്കുക. അമ്മ ഞാനിതൊക്കെ പാക്ക് ചെയ്യണമെന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. ഇനി മതി പാക്ക് ചെയ്തത്, നീ പെട്ടെന്ന് തന്നെ ഇറങ്ങ്. നമ്മൾ മനസ്സിൽ കണ്ടപ്പോഴത്തേ അവൾമാർ മാനത്ത് കണ്ടു, നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് സുനിതാമേനോൻ ലക്ഷ്മിയെ പിടിച്ച് വലിച്ചു കൊണ്ടുപോവാണ് കേട്ടോ. എന്നിട്ട് റൂമിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുന്ന ലക്ഷ്മിയെയും അതുപോലെ സുനിതാമേനോനെയും വാതിലടച്ചിട്ട് കയറണ്ട എന്നുള്ള രീതിയിൽ തടഞ്ഞു നിർത്തുകയാണ് കേട്ടോ കൊച്ചമണി. എന്നിട്ട് രണ്ടുപേരും തമ്മിൽ നല്ല വാക്കേറ്റം ഉണ്ടാവുന്നുണ്ട്. അത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് സുരഭി ബാഗായിട്ട് വരുമ്പോൾ സുനിതാമേൻ്റെ കൈയൊക്കെ മാറ്റിയിട്ട് കൊച്ചമണി ബെഡിലേക്ക് കൊണ്ടുപോയി ഇരുത്തുന്നുണ്ട്. അങ്ങനെ ഇവരുടെ ബഹളം കേട്ടുകൊണ്ട് പ്രക്ഷോഭം അങ്ങോട്ട് വരികയും രണ്ടുപേരെയും മാറ്റി നിർത്തുകയാണ്. എന്നിട്ട് ഇവിടെ രണ്ടുപേരും താമസിക്കുന്നില്ല എന്നും ഇവിടുന്ന് എല്ലാവരും റൂം വിട്ട് പോയിക്കൊള്ളണമെന്നും കൂടി പറയുകയാണേ. അങ്ങനെ ഇവർ തർക്കം ഉണ്ടാക്കുന്നത് കേട്ടുകൊണ്ടാണ് നമ്മുടെ കേണൽ അങ്ങോട്ടേക്ക് വരുന്നത്. തോക്കും ചൂണ്ടിയിട്ട്, ഇവിടെ കിടക്കാൻ വേണ്ടി പോകുന്നത് ഞാനാണ്, ഒരൊറ്റ എണ്ണം ഇവിടെ നനങ്ങരുത്, കിടക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ എല്ലാത്തിനും ഞാൻ വെടിവെച്ച് കൊല്ലുമെന്ന് പറയണം. അങ്ങനെ തോക്ക് ചൂണ്ടി നിൽക്കുന്ന സമയത്ത് എല്ലാവരും കൈ പൊക്കി നിൽക്കുന്ന രംഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.